ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് എക്സസൈസ് 5.3 സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഓൾ നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് സോ ആസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഓൾസോ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ സ്ക്വയർ നമ്പർ സോ ഒബ്റ്റെയിൻഡ്. നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഏറ്റവും ചെറിയ ഓൾ നമ്പർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഇതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. അതായത് താഴെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അപ്പോൾ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യാനായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സിക്സ്ത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്മോളസ്റ്റ് ഓൾ നമ്പർ ഉപയോഗിച്ച് എന്ത് ചെയ്യാനാ? ഡിവൈഡ് ചെയ്യണം. അതായത് താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അപ്പോൾ അതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാനായിട്ട് നമുക്ക് ഏറ്റവും ചെറിയ ഓൾ നമ്പർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ കിട്ടും. ആ പെർഫെക്റ്റ് സ്ക്വയർ നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ചെയ്യാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 252. ആദ്യം നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാം. ചെയ്യേണ്ടത് ആദ്യം പ്രൈം നമ്പറായ 2 വെച്ച്. ഇതൊക്കെ നമുക്കറിയാലോ അല്ലേ? നേരത്തെ ക്ലാസ് വീഡിയോ കാണാത്തവർ അത് വീഡിയോ കണ്ടിട്ട് ഇത് കാണുക, അപ്പോൾ ഇത്രയും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോയിൽ എങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യേണ്ടത്, അതിൻ്റെ ഈസി മെത്തേഡ് എല്ലാം നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഈവൻ നമ്പറാണ് 252. 252 ഈവൻ നമ്പർ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം? 2 കൊണ്ട് ചെയ്യാം. 1 2s are 2, 2 2s are 4, ബാലൻസ് 1. അപ്പോൾ 12 ആണ്. അപ്പോൾ നമ്മൾ 6 2s are 12. വീണ്ടും ഈവൻ നമ്പർ ആയതും 2 വെച്ച് ചെയ്യുന്നു. 6 2s are 12. 6 ആണുള്ളത്. 3 2s are 6. ഇനി ഇത് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല, 63 ആണ്. അപ്പം നമുക്കിത് 3 കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യണത്? ഈ 6ഉം 3യും തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 6 + 3 9. 9 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 3 വെച്ച് ചെയ്യാം. 2 3s are 6, 1 3s are 3. വീണ്ടും 3, കാരണം 21 2 + 1 എന്ന് പറയുമ്പോൾ 3 ആണ്. അതുകൊണ്ട് തന്നെ 3 വെച്ച് ചെയ്യാം. 7 3s are 21. 7 കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ 252 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടി നമുക്ക്? 2 × 2 × 3 × 3 × 7 അല്ലേ? ഏതാണ്ട് നമ്മൾ എഴുതിയെടുത്തെടുത്തേക്കണം. 2 × 2 × 3 × 3 × 7. ഇനി നമുക്ക് അവരെ പെയറായിട്ട് തിരിച്ചു വെക്കാം. അപ്പോൾ 2 × 2 3 × 3 7 മാത്രം പെയറില്ല. നമുക്കറിയാം ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന്. പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നെങ്കിൽ എല്ലാം നമുക്ക് പെയറായിട്ട് കിട്ടുള്ളായിരുന്നു. അപ്പോൾ 7 പെർഫെക്റ്റ് സ്ക്വയർ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് വെച്ചായിരിക്കും ഇതിൽ ഡിവൈഡ് ചെയ്യേണ്ടത്? അതെ, 7 വെച്ച് തന്നെയായിരിക്കും ഇതിൽ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എഴുതാം ഡിവൈഡ് 252/7. അപ്പോൾ 7 ആണ് ഇവിടെ പെയറില്ലാത്തപ്പോൾ 7 ആണ് നമുക്ക് ഇവിടെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ ഡിവൈഡ് 252/7 ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ 252 നമുക്ക് തന്നിരിക്കുന്ന ആ നമ്പറിനെ 7 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടും. നമുക്ക് ചെയ്യാം 252 / 7. 252നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 252 7 അല്ലേ? അപ്പോൾ 25 7 എത്ര പ്രാവശ്യം പോകും? 3. 7 3s are 21. 5 ൽ 1 മൈനസ് ചെയ്താൽ 4. 42. 42ൽ 7 6 times. 6 7s are 42. അപ്പോൾ റിമൈൻഡർ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 252നെ 7 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 36 കിട്ടി. ഇനി ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു തന്നെ ഡിവിഷൻ. ഈ 2 × 2 ഇവിടെ 2 × 2 3 × 3 × 7 ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ ഡിവിഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെയും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക്
ചെയ്യണമെന്നില്ല, നമുക്ക് മനസ്സിലാവും അല്ലേ. 7 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തായി മാറും? 1 ആയി മാറും. 7 ഡിവൈഡ് ബൈ 7 എന്ന് പറഞ്ഞാൽ എന്താണ് ആൻസർ? 1. ഇവിടെ 1 ആയി മാറും. അപ്പോൾ ഇവിടെ നമ്പർ ഇല്ല, കാരണം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം സംഖ്യേനെ കിട്ടുന്നുണ്ട്, നമുക്കത് ഒഴിവാക്കും. അപ്പോൾ ഇവിടെ കിട്ടിയാൽ നമുക്ക് 252 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 36 കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് ഓരോ പേരിൽ നിന്ന് ഓരോ എടുത്തെഴുതാം. പേരെടുത്ത് നമുക്ക് ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇത് തന്നെ ആദ്യം ഒന്ന് എടുത്തെഴുതാം. കാരണം ഇവിടെ 1 ആയി പോയല്ലോ, അപ്പോൾ അത് എഴുതണ്ട, ഇത്ര എഴുതാം. ഇനി നമുക്ക് വേണ്ടത് സ്ക്വയർ റൂട്ട്. ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ പുതിയ നമ്പർ എന്താ? 36. അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കുമല്ലോ, കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സംഖ്യേനെ കൂടി ഏതൊരു ഹോൾ നമ്പർ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ നമ്പർ 7 ആണ്. അത് ആ 7 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ആ പെർഫെക്റ്റ് സ്ക്വയർ ആണ് 36. ഇനി ആ 36ന്റെ എന്ത് കാണണം? സ്ക്വയർ റൂട്ട്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 36. അപ്പോൾ ഇതിന് പേരായിട്ടുള്ള അതിൽ നിന്ന് ഓരോന്നെടുത്ത് എഴുതുക. ആ 2 into 2 അതായത് എന്തെടുത്ത് എഴുതണം? 2. 3 into 3 എന്ന് 3. 2 into 3 6. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 36. സ്ക്വയർ റൂട്ട് ഓഫ് 36 എന്താ? 6. ആൻസർ നമുക്ക് 6 കിട്ടി. നെക്സ്റ്റ് നമ്പർ 2925. 5 ലാസ്റ്റ് ഡിജിറ്റ് കണ്ടിട്ട് 5 കൊണ്ട് ചെയ്യരുത്, ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 2 + 9 + 2 + 5. ആ 4 ഡിജിറ്റും കൂടി ആഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാം. അപ്പം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 ആണ് വരുന്നത്. അപ്പോൾ 18 വരുമ്പോൾ നമുക്കത് 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, അതുകൊണ്ട് തന്നെ 3 കൊണ്ട് ചെയ്യാം. 29ൽ 3, 9 3s are 27. ബാലൻസ് 2 ഇവിടെ എഴുതാം. 22. 22ൽ 7 മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, അപ്പോൾ നമ്മൾ 7 3s are 21. ബാലൻസ് 1 15. 5 3s are 15. വീണ്ടും 5 വരുമ്പോൾ നമുക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 9 + 7 + 5 21 ആണ് കിട്ടുന്നത്. ടോട്ടൽ 9 + 7 + 5. ഇത് 3 ഡിജിറ്റും കൂടി നമുക്ക് തന്നിരിക്കുന്ന 3 ഡിജിറ്റും കൂടി ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 3ന്റെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 വെച്ച് ചെയ്യാം. അപ്പോൾ ഇത് 21 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 3 വെച്ച് തന്നെ ചെയ്യാം. 3 3s are 9. 2 3s are 6. ബാലൻസ് 1 15. ദെൻ 5 3s are 15. ഇത് ആഡ് ചെയ്ത് നോക്കാം. 3 + 2 + 5 10 ആണ്. 10 3ന്റെ മൾട്ടിപ്പിൾ അല്ല, സോ നമുക്ക് ഇത് 5 കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. 5 6 5s are 30. ബാലൻസ് 2 25. 25 5 5 5s are 25. വീണ്ടും 5, കാരണം 6 + 5 11 ആണ്. അപ്പോൾ 3 വരില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 5ൽ ചെയ്യാം. 1 5s are 5. ബാലൻസ് 1 15. 5 3s are 15. ഇനി 13 പ്രൈം നമ്പർ ആണ്, 13 കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുമോ. 1 13 are 13. ഇനി ഇത് നമുക്കെടുത്ത് എഴുതാം. 3 into 3 into 5 into 5 into 13. ഇനി പേരാക്കി നോക്കാം. അപ്പോൾ 3ക്ക് പേരുണ്ട്, 5ന് പേരുണ്ട്, 3 ഇല്ല, പേരില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും ഇത് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിരുന്നത്? അപ്പോൾ ഇതിലുള്ള സംഖ്യ എന്തായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്? 13. അപ്പോൾ ഡിവൈഡ് 2925 by 13. അങ്ങനെ എഴുതണം കേട്ടോ നിങ്ങൾ. ഡിവൈഡ് 2925 by 13. 13 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്തിന്? ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. ഡിവൈഡ് 2925 by 13 ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. അങ്ങനെ എഴുതണേ. അതിനുശേഷം വേണം ഇപ്പോൾ ഈ പറയുന്ന ലൈൻ എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 2925 13. അതുപോലെ തന്നെ ഇവിടെ 3 into 3 into 5 into 5 into 13 ഡിവിഷൻ 13 മാത്രം അത് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മീനിങ് ഇത് നമ്മൾ രണ്ടും വെട്ടിപ്പോവും, 1 ആയിരിക്കും, ക്യാൻസൽ ആയിപ്പോയി.
അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഉണ്ട് അല്ലേ 2925 13 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ വായിക്കുന്നതാണ്, സ്പേസ് ഇല്ല. 2925 ഡിവിഷൻ 13. 13 29 2 ടൈംസ് പോകുള്ളൂ. 26 9 6 കുറച്ചാൽ 3 താഴെ സെക്കൻഡ് ഡിജിറ്റ് 2 താഴേക്ക് ഇറക്കിയത് 32. 32 13 വീണ്ടും 2 ടൈംസ് 6 3 2 26. ഇനി 32 26 മൈനസ് ചെയ്യണം. അപ്പോൾ 6 കുറയ്ക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ ഇവിടെ 2 6 കുറയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് ബോറോ ചെയ്യുമ്പോൾ ഇവിടെ 2 എന്നുള്ളത് 12 ആവും. ഇവിടെ 3ൻ്റെ സ്ഥാനത്ത് 2 ആവും. അപ്പോൾ എത്ര കിട്ടും? 6. 32 6 മൈനസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 6 കിട്ടും. ഇനി ലാസ്റ്റ് ഡിജിറ്റായ 5 താഴേക്ക് ഇറക്കിയത്, അപ്പോൾ 65. 65 13 എത്ര ടൈംസ് പോകും? 5. 5 3s are 15. 1 5 plus 1 6. So അപ്പോൾ എത്ര കിട്ടിയ ആൻസർ? 225. അപ്പോൾ നമുക്ക് 2025 ഏതൊരു നമ്പർ എന്ന് പറഞ്ഞിരുന്നു, ആ നമ്പറാണ് നമുക്കിവിടെ കിട്ടിയ 13. അപ്പോൾ ഏത് നമ്പർ കൊണ്ടാണ്? സ്മോളസ്റ്റ് നമ്പർ ഏതാ? 13. ആ 13 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 225. അപ്പോൾ അങ്ങനെ കിട്ടുന്ന നമ്പർ എന്തായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അപ്പോൾ 225 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി നമുക്ക് മുകളിൽ നിന്നുള്ള ഇത് എടുത്തിട്ട് എഴുതാം. 5 × 5 ഇതില്ല അല്ലേ, ഇത് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്ക്വയർ റൂട്ട്, അപ്പോൾ കിട്ടിയ നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. 225ൻ്റെ സ്ക്വയർ റൂട്ട് കാണണം. സ്ക്വയർ റൂട്ട് ഓഫ് 225 = നമുക്കിതിനെ പേരാക്കാമല്ലോ. 3 × 3 ഇതിൻ്റെ പേര്, ഇതിൻ്റെ പേര്, ഇതിന്ന് ഓരോന്നിനും എഴുതുക. 3 × 3 നിന്ന് ഒരു 3, 5 × 5 നിന്ന് ഒരു 5. അപ്പോൾ 3 × 5 3 × 5 15. സ്ക്വയർ റൂട്ട് ഓഫ് 225ൻ്റെ സ്ക്വയർ റൂട്ട് 15. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ച സംഖ്യ 13ഉം കിട്ടിയ ആൻസർ 15 സ്ക്വയർ റൂട്ട്. തേർഡ് ക്വസ്റ്റ്യൻ 396. 2 വെച്ച് ചെയ്യാം. 1 2s are 2 ബാലൻസ് 1. 9 2s are 18 ബാലൻസ് 1. 8 2s are 16. ഈവൻ നമ്പറാണ്, 2 വെച്ച് തന്നെ ചെയ്യാം. 9 2s are 18 ബാലൻസ് 1. 9 2s are 18. ഇത് ഈവൻ നമ്പർ അല്ല. അപ്പോൾ 9 + 9 18. 9ഉം 9ഉം കൂടെ കൂട്ടുമ്പോൾ 18 ആണ്. അപ്പോൾ നമുക്കത് 3ൻ്റെ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് 3യും കൊണ്ട് ചെയ്യാം. 3 3s are 9 3 3s are 9. 3യും കൊണ്ട് ചെയ്യാം. 1 3s are 3 1 3s are 3. ഓക്കെ, ഇനി 11 ഒരു പ്രൈം നമ്പറാണ്. അതുകൊണ്ട് നമുക്ക് 11 കൊണ്ട് തന്നെ ചെയ്യാം. ഇനി നമുക്ക് എടുത്തെഴുതാം. 396 2 × 2 × 3 × 3 × 11. അപ്പോൾ ഇനി പേരാക്കി നോക്കുമ്പോൾ 2നും 3നും പേരുണ്ട് അല്ലേ. 11ന് പേരില്ല. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്? 11 കൊണ്ട്. അപ്പോൾ ഡിവൈഡ് 396 by 11. Divide 396 by 11 to get a perfect square. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? 396നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 396നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 396 11 3 കൊണ്ട് അല്ലേ. അപ്പോൾ 33. 9ൽ നിന്ന് 3 പോയാൽ 6 66. 6ൽ 6 × 11 66. സോ ആൻസർ
36. ആൻസർ 36. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? 11 കൊണ്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ അതുപോലെ തന്നെ ഈ സൈഡിലും 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടിയിട്ടുണ്ടാവും? 2 × 2 × 3 × 3. കാരണം ഈ 11നെ 11 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായി മാറിയത്? 1 ആയി മാറി അല്ലേ? അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള അങ്ങോട്ട് എഴുതിയാൽ മതി. 2 × 2 × 3 × 3. ഇനി അതിൽ നിന്ന് ഓരോരോ പേരിൽ നിന്ന് ഓരോന്നെടുത്ത് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് കണ്ട് സ്ക്വയർ റൂട്ട് ഓഫ് 36 ഈക്വൽ ടു 36ന്റെ റൂട്ട് ഇങ്ങനെ എഴുതും. ഈ പേരിൽ നിന്നൊരു 2 എടുക്കുക, ഈ പേരിൽ നിന്നൊരു 3. അപ്പോൾ ആൻസർ 6. സ്ക്വയർ റൂട്ട് ഓഫ് 36 ഈക്വൽ ടു 6. നമ്മുടെ രണ്ട് ആൻസറാണ് അല്ലേ? ഏത് സ്മോളസ്റ്റ് നമ്പർ വെച്ചാൽ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തത്? 11. സ്മോളസ്റ്റ് നമ്പർ ഉപയോഗിച്ച് നമ്മൾ 11 ആണ്. അതുപോലെ സ്ക്വയർ റൂട്ട് നമുക്കിപ്പോൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള 36 ആൻസർ കിട്ടി. അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടപ്പോൾ 6 ആൻസർ കിട്ടി. ഓക്കെ, ഫോർത്ത് നമ്പർ 2645. ഇത് ഈവൻ നമ്പർ അല്ല, അതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ള 3 ആണ്. എല്ലാ നമ്പറും ആഡ് ചെയ്ത് നോക്കുക, ഡിജിറ്റ് ആഡ് ചെയ്ത് നോക്കുക. 2 + 6 + 4 + 5 കിട്ടുന്നത് 17 ആണ്. അപ്പോൾ 17 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ വരുന്നതല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് യൂണിറ്റ് പ്ലേസിൽ 5 ആയതുകൊണ്ട് 5 കൊണ്ട് ഫാക്ടറൈസേഷൻ ചെയ്യാം. അപ്പോൾ 5 ചെയ്യുമ്പോഴത്തേക്കും 5 × 5 = 25, ബാലൻസ് 1, 14, 14ൽ 2, 5 × 2 = 10, ബാലൻസ് 4 ഉണ്ട്, 45 ആയി. 9 × 5 = 45. ഈ 529 23ന്റെ സ്ക്വയർ ആണ്. വേറെ ഒരു പ്രൈം ഫാക്ടേഴ്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 23 ആണ്. 23 × 23 ആണ് 529. അപ്പോൾ 23നെ വീണ്ടും 23 കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കെടുത്ത് എഴുതാം 5 × 23 × 23. ഇനി പെയറാക്കുമ്പോൾ 23ക്ക് പെയറുണ്ട്, 5 ഒറ്റയ്ക്കാണ് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ടത്? 5 ഉണ്ട്. അപ്പോൾ ഡിവൈഡ് 2645 by 5 to get perfect square. 2645നെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? 5 വെച്ച് ഡിവൈഡ് ചെയ്യണം. നമുക്കത് ചെയ്ത് നോക്കാം. 2645 ഡിവിഷൻ 5. 5 × 5 = 25, ബാലൻസ് 1, 14, 5 × 2 = 10, ബാലൻസ് 4, 5 താഴേക്ക് ഇറക്കി കഴിയുമ്പോൾ 45, 9 × 5 = 45. അപ്പോൾ റിമൈൻഡർ 0. ആൻസർ എത്ര കിട്ടി? 529 എന്നൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടി. അപ്പോൾ പെയർ ഇല്ലാതിരുന്ന 5 കൊണ്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് ആ പെർഫെക്റ്റ് സ്ക്വയർ അല്ലാതിരുന്ന 2645 ഇപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറായി. 529 എന്ന പെർഫെക്റ്റ് സ്ക്വയർ നമ്പറായി. അപ്പോൾ നമുക്കറിയാം, അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യണം. അപ്പോൾ ഈ 23 × 23 ഇത് 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തല്ലോ. പിന്നെ വീണ്ടും ആ 5ന്റെ ഇത് എഴുതേണ്ട ആവശ്യമില്ല. കാരണം ആ 5 / 5 എന്ന് പറയുമ്പോൾ അത് ക്യാൻസൽ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് 23 × 23 എന്ന് എഴുതിയാൽ മതി. ഇൻറ്റു 5 ഡിവിഷൻ 5 ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ? സ്ക്വയർ റൂട്ട് ഓഫ് 529 എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിൻ്റെ പെയറിൽ നിന്ന് ഒരെണ്ണം എടുക്കാം. 23 × 23ൽ ഒരു 23 എടുത്ത് എഴുതുമ്പോൾ ആൻസർ ഈസ് 23. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 529ന്റെ ആൻസർ എത്രയാണ്? 23. ഓക്കെ, ഏതാണ് സ്മോളസ്റ്റ് നമ്പർ ഉപയോഗിച്ച് നമ്മൾ 5 എന്ന നമ്പറാണ് ഡിവൈഡ് ചെയ്യാൻ ഉപയോഗിച്ചത്. അപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആയ 529 കിട്ടി. അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടപ്പോൾ കിട്ടിയ ആൻസർ 23. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 2800. ദെൻ 2 വെച്ച് ചെയ്യാം. ഈവൻ നമ്പറാണ്. 1 2s are 2, 4 2s are 8, 0 താഴേക്ക് ഇറക്കി എഴുതുക. ദെൻ 2 7 2s are 14, 0. ദെൻ 2 3 2s are 6, ബാലൻസ് 1, 5 2s are 10,
0, 2, 1 2s are 2, balance 1, 15, 7 2s are 14, balance 1 വരും, അപ്പോൾ 10 വരും, 5 2s are 10, 175 മൂന്ന് ഡിജിറ്റ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 1ഉം 1 പ്ലസ് 7 പ്ലസ് 5 ആഡ് ചെയ്യുമ്പോൾ 13 കിട്ടും. 13 3ന്റെ മൾട്ടിപ്പിൾ വരില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 5 ചെയ്യാം. 5 3s are 15, ബാലൻസ് 2 ഉണ്ട്, അത് 25, 5 5s are 25, 35 5 7 times 7 5s are 35, then 7 കൊണ്ട് തന്നെ നമുക്കത് എഴുതാം. എത്ര 2 ഉണ്ട്? 1 2 3 4, 4 2 ഉണ്ട്, then 2 5 7. ഇനി പെയറാക്കുമ്പോൾ 2ന് പെയറുണ്ട്, ഈ 2ന് പെയറുണ്ട്, 5ന് പെയറുണ്ട്, 7 പെയറല്ല. അപ്പം നമുക്കിവിടെ എന്തായിരിക്കും ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യുന്ന നമ്പർ ഏതാ? 7. പിന്നെ എഴുതാം ഡിവൈഡ് 2800 by 7 to get perfect square. അങ്ങനെ എഴുതണം കേട്ടോ. ഇത് ഡിവൈഡ് 2800 by 7. എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാമോ നമ്മൾ? 7 കൊണ്ട്. ടു ഗെറ്റ് എന്ത് കിട്ടാന്ന്? ടു ഗെറ്റ് പെർഫെക്റ്റ് സ്ക്വയർ. ദെൻ അതിന് ശേഷം നമുക്ക് എടുത്തെഴുതാം 2800 ഡിവൈഡഡ് ബൈ 7. നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 7 4s are 28 അല്ലേ? 0. പിന്നെ ഇവിടെ 2 0 ഉണ്ട്, അപ്പോൾ നമുക്കതെടുത്ത് ഇങ്ങോട്ട് എഴുതാം. ആൻസർ എത്ര കിട്ടി? 400. ഓക്കെ, നമുക്ക് ആൻസർ 400 കിട്ടി ഡിവൈഡ് ചെയ്തപ്പോൾ. പിന്നെ ഇവിടെ പേരായിട്ടുള്ളത് ഇവിടെ ഇരിക്കും, അപ്പോൾ നമുക്ക് ഈ 7 ഇരിക്കും, നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 7 ഡിവൈഡ് ബൈ 7 വരും. അപ്പോൾ നമുക്കത് ക്യാൻസൽ ആയിപ്പോകും, കാരണം 7 ഡിവൈഡ് ബൈ 7 എന്ന് വെച്ചാൽ 1 ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ഇതിനെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം സംഖ്യ തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണമെന്നില്ല. നമുക്ക് എടുത്തെഴുതാം. എഴുതാം 400 ഈക്വൽ ടു ഈ പേരുകൾ മാത്രം എടുത്തെഴുതാം. 2 × 2 ഇൻറ്റു 2 × 2 ഇൻറ്റു 5 × 5. 7ന്റെ ഇതുപോലെ ഡിവൈഡ് ബൈ 7 എഴുതാത്തത് കാരണം അത് ക്യാൻസലായി പോകുന്നുണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത്ര എഴുതിയാൽ മതി. അതിനുശേഷം നമുക്ക് എന്തുകൊണ്ട് പിടിക്കണം? സ്ക്വയർ റൂട്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 400. സ്ക്വയർ റൂട്ട് ഓഫ് 400 ഇങ്ങനെ എഴുതണമെങ്കിൽ ഈ പേരിൽ നിന്നൊരു 2, ഇനി ഈ പേരിൽ നിന്നൊരു 2, ഈ പേരിൽ നിന്ന് 5. 2 × 2 × 5, 2 × 2 4, 4 × 5 20. സ്ക്വയർ റൂട്ട് ഓഫ് 400 എത്രയാണ് ആൻസർ? 20. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയത് 2800 എന്ന നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ അല്ലായിരുന്നു. ആ നമ്പറിനെ നമ്മൾ സ്ക്വയർ ചെയ്ത് ഫാക്ടറൈസേഷൻ ചെയ്തപ്പോൾ നമുക്ക് പെയറില്ലാത്ത 7 കിട്ടി. ആ 7 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്തപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള 400 കിട്ടി. ആ 400നെ നമ്മൾ സ്ക്വയർ റൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസറാണ് 20. 1620. ഈവൻ നമ്പറാണ് 2 വെച്ച് ചെയ്യാം. 8 2s are 16, 1 2s are 2, 0, 2 വെച്ച് 4 2s are 8. ഇവിടെ 1 ആണ്, അപ്പോൾ 2നേക്കാളും ചെറിയ നമ്പറാണ് 1, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ 0 എഴുതണം. 0 എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്തതിൽ 10 എന്നുള്ളതിൽ എടുക്കാം. 5 2s are 10, 405. 4ഉം 5ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 9 3ന്റെ മൾട്ടിപ്പിളാണ്, സോ 3 കൊണ്ട് ചെയ്യാം. 1 4s are 4, ബാലൻസ് 1, 10 വരും. 3 3s are 9, ബാലൻസ് 1 ഇവിടെ 15. 5 3s are 15, 135. 5 + 3 + 1 8 + 1 9. ഇപ്പോൾ 9 ആയതുകൊണ്ട് നമുക്ക് 3 വെച്ച് ചെയ്യാം. 4 3s are 12, ബാലൻസ് 1 15. 5 3s are 15, 45 3, 1 3s are 3, ബാലൻസ് 1 15. 15 5, 5 3s are 15. വീണ്ടും 3 വെച്ച് ചെയ്യാം. 5 3s are 15, then 5. എടുത്തെഴുതാം നമുക്ക്. 2 എത്ര പ്രാവശ്യം? 2 ടൈംസ് ഉണ്ട്. 2 × 2 × 1 2 3 4. 3 എത്ര ഉണ്ട്? 4. 5 വരണം. ഇനി നമുക്കിതിനെ പെയറാക്കാം. അപ്പോൾ 2ന് പെയറുണ്ട്,
3ക്ക് പേരുണ്ട്, ഈ 3ക്ക് പേരുണ്ട്, 5ന് പേരില്ല. സോ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യേണ്ട നമ്പർ ഏതായിരിക്കും? 5. അപ്പോൾ ഡിവൈഡ് 1620 by 5 to get a perfect square. അങ്ങനെ എഴുതുക. അതിനുശേഷം 1620 divided by 5. അപ്പോൾ ഇനി നമുക്ക് ചെയ്തുകൊണ്ട് പിടിക്കാം. 1620 division 5. 5 3s are 15. ബാലൻസ് 1. 2 താഴേക്ക് ഇറക്കിയത്. 12ൽ 5 2 times 10. ബാലൻസ് 2. 0 ഇറക്കിയത്. അപ്പോൾ 20. 4 5s are 20. ആൻസർ 324. 1620നെ 5 വെച്ച് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 324. ഇപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇനി നമുക്ക് ഇതിന് ഈ പേരുള്ളതിന് മാത്രം എടുത്ത് എഴുതാം. 2 × 2, 3 × 3, 3 × 3. കാരണം 5 നമ്മൾ ഡിവൈഡ് ചെയ്ത് അത് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെ എഴുതാം. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കുന്ന എന്താ? സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഓഫ് 324 ഈക്വൽ ടു ഓരോ പേരിൽ നിന്നും ഓരോന്ന് എടുത്ത് എഴുതാം. ഈ 2ന്റെ പേരിൽ നിന്ന് 2 എഴുതാം, ഈ പേരിൽ നിന്നും 3, ഈ പേരിൽ നിന്നും 3. 2 × 3 6, 6 × 3 18. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 18. അപ്പം 1620 എന്ന പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പറിനെ നമ്മൾ ആദ്യം പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു. അതിനുശേഷം പേര് 5 മാത്രം പേര് വന്നില്ല. അപ്പോൾ ആ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ഡിവൈഡ് ചെയ്തപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ആയ 324 കിട്ടി. അതിനുശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക, എഴുതുക. അപ്പോൾ ആൻസർ 18 കിട്ടി. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.